ഇതാണ് ഞങ്ങളുടെ ബ്ലൂ. നീല കളർ കണ്ണുള്ളത് കൊണ്ടാണ് ബ്ലൂ എന്ന് പേര് വന്നത്. ഇവനിപ്പോൾ നല്ല ഉറക്കത്തിൻ്റെ മൂഡിലാണുള്ളത്. ഇവൻ്റെ ഉറക്കം മാറ്റാൻ ചെടി വെച്ചിട്ടുള്ള ഒരു വിദ്യ ഉണ്ട്. ഇപ്പം പറഞ്ഞ ചെടി ഇതാണ്. ഇതിൻ്റെ പേര് പൂച്ചമയക്കി എന്നാണ്. ഇതിൻ്റെ മറ്റൊരു പേര് കുപ്പമേനി എന്നാണ്. എൻ്റെ നാട്ടിൽ ഞാനിതധികം കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ചെടി തന്നെ കാണുന്നത്. പക്ഷേ നാട്ടിൽ പല സ്ഥലത്ത് ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനു മുന്നേ ഈ ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ കണ്ട പൂച്ചേൻ്റെ ഉറക്കമൊക്കെ പോയി. ഈ ചെടീൻ്റെ വേരുകളാണ് പൂച്ചകൾക്ക് കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ വേരിന് പ്രത്യേക മണമൊക്കെ ഉണ്ട്. പൂച്ചകളുടെ വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ ഈ ചെടി എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പൂച്ചക്ക് എന്തായാലും പറിച്ചു കൊടുക്കണേ. നമ്മുടെ ബ്ലൂ ഇത് വളരെ ആസ്വദിച്ചിട്ട് കണ്ണുടച്ചിട്ടൊക്കെയാണ് തിന്നുന്നത്. കുപ്പ അഥവാ വേസ്റ്റിലൊക്കെ വളരുന്നതുകൊണ്ടാണ് ഇതിന് കുപ്പമേനി എന്ന് പേര് വന്നത്. വേസ്റ്റായി കിടക്കുന്ന സ്ഥലത്തിനെ നല്ല പച്ചപ്പെല്ലാം കൊണ്ട് സുന്ദരമാക്കുന്നത് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതിന് തുളസീനോട് സമാനമായിട്ടുള്ള പൂവൊക്കെ ഉണ്ട്. നമ്മളെ തുളസി കതിരൊക്കെ ഉണ്ടല്ലോ അതുപോലെ. ഇങ്ങനെ ഓരോ ഇലേൻ്റെ അടുക്കും ആണ് പൂവായിട്ടുണ്ടാവുക. കുപ്പമേനി സമൂലം ഒരു ഔഷധ സസ്യമാണ്. ഇത് സമൂലം ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകൾ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. രക്തശുദ്ധിക്കൊക്കെ ഇതിൻ്റെ ഇല കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ കുട്ടികൾക്കൊക്കെ ചെറിയ അളവിൽ കൊടുക്കാമെന്ന് പറയുന്നത്. ചർമ്മരോഗങ്ങളൊക്കെ മാറ്റാനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓരോന്നിനും അതിൻ്റെതായ കണക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എണ്ണ കാച്ചി തേക്കുന്നത് ജോയിൻറ്റ് പെയിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കായ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കുപ്പമേനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ചുറ്റിലും ഇതിൻ്റെ വിത്ത് വീണിട്ട് വേറെ ചെടികൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഇലേനോട് അത്ര വലിയ താല്പര്യമില്ല പൂച്ചക്ക്. പക്ഷേ വേര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കടിച്ച് തിന്നാറുണ്ട്. പൂച്ച മയക്കിന്ന് പേരുണ്ടെങ്കിൽ പൂച്ച മയങ്ങുമോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.